മംഗളൂരുവിൽ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ 3 വിദ്യാർത്ഥിനികൾ മുങ്ങി മരിച്ചു. മൈസൂർ സ്വദേശികളായ യുവതികളാണ് മരിച്ചത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, ആരൊക്കെയാണ് മരിച്ചിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? മംഗളൂരുവിലെ സ്വകാര്യ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ വീണ ഈ 3 വിദ്യാർത്ഥികൾക്കും ജീവൻ നഷ്ടമായത്. മംഗളൂരു സ്വദേശിനികളായിട്ടുള്ള കീർത്തന 21 വയസ്സാണ്, നിഷിത 21 വയസ്സ്, പാർവതി എസ് 20 വയസ്സ് എന്നിവർക്കാണ് ദാരുണമായി അപകടം സംഭവിച്ചത്. ഇന്നലെ, അതായത് ശനിയാഴ്ച പുലർച്ചെയാണ് ഇവർ റിസോർട്ടിൽ മുറിയെടുത്തത്. ഇന്ന് ഞായറാഴ്ച ഉച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ നീന്തൽ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥികളിൽ ഒരാൾ ആദ്യം അപകടത്തിൽ പെടുകയായിരുന്നു. ഇവരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ബാക്കി 2 പേർക്കും അപകടം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മരണപ്പെട്ട വിദ്യാർത്ഥിനികളെ കുറിച്ച് എന്തിനാണ് ഈ റിസോർട്ടിൽ എത്തിയതെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ഒരു ID കാർഡ് മാത്രമാണ് ഇപ്പോൾ ഈ റിസപ്ഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇവിടെ എത്തിയതെന്നും ഇവരുടെ വിശദാംശങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് വ്യക്തമാകുന്നുണ്ടോ? അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് ജോസഫ് പുരോഗമിക്കുന്നത്? ഈ സ്വകാര്യ റിസോർട്ടിൽ നടന്ന ഈ അപകടത്തെക്കുറിച്ച് പോലീസ് വളരെ ഗൗരവകരമായി തന്നെയാണ് അന്വേഷിക്കുന്നത്. മംഗളൂരു SP യുടെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയിട്ടുള്ളത്. അസ്വാഭാവികമായിട്ടൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും എന്തിനാണ് ഈ 3 വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ഇവര് റൂം എടുത്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടെ ഈ അപകടം സംഭവിക്കുകയും ചെയ്തു. എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതിലൊരാൾ കുളത്തിലേക്ക് മുങ്ങുകയും ഇതിൽ ആഴ്ന്നു പോവുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ നീന്തൽക്കുളത്തിന്റെ, അതായത് റിസോർട്ടിന്റെ നടത്തിപ്പുകാർ പറയുന്നത് അനുസരിച്ച് ഈ നീന്തൽക്കുളത്തിന്റെ ഒരു ഭാഗത്ത് 6 അടിയിലേറെ താഴ്ചയുണ്ട്. ഇത് മനസ്സിലാക്കാതെയായിരിക്കും ഒരുപക്ഷെ ഈ വിദ്യാർത്ഥിനികളിൽ ഒരാൾ ഈ കുളത്തിലേക്ക് പോയതും ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മറ്റ് 2 പേർക്കും ജീവൻ നഷ്ടമായതും. എന്തായാലും പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥിനികളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇവരുടെ പേര് വിവരങ്ങളും മേൽവിലാസവും മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇവർ ഏത് കോളേജിൽ പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ ജീവൻ നഷ്ടമായവർക്ക് 20നും 21നും വയസ്സാണ് മാത്രമാണ് പ്രായമുള്ളത്. അതായത് 3 പെൺകുട്ടികളാണ് മരിച്ചിട്ടുള്ളത്, വിദ്യാർത്ഥിനികളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പോലീസ് ഇപ്പോൾ ഗൗരവകരമായുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇത്തരത്തിൽ കുളത്തിൽ വീണ ഒരാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടെയാണ് ബാക്കി 2 പേർക്കും ജീവൻ നഷ്ടമായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി ജോസഫ്, മംഗളൂരുവിൽ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മൈസൂർ സ്വദേശികളായ യുവതികളാണ് മരിച്ചത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ.